പ്രപഞ്ചനാഥനായ മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, നിങ്ങളെക്കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞ് തളർത്താൻ ഒരുപാട് ആളുകളുണ്ടാകും. എന്നാൽ അതൊന്നും കേട്ട് തളരാൻ നിൽക്കരുത്. മറ്റുള്ളവരിൽ നിങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസത്തേക്കാൾ നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക. പ്രായം എന്നത് വർഷങ്ങളുടെ കടന്നുപോക്കാവരുത്. അത് നിങ്ങൾക്കുള്ളിലെ വിവേകത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഉദയത്തിലേക്കുള്ള ഓരോ കാൽവെപ്പുകളായി മാറണം. നിങ്ങൾ മറികടക്കേണ്ട ഏറ്റവും വലിയ പ്രതിബന്ധം നിങ്ങളുടെ മനസ്സാണ്. അതിനെ മറികടക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എന്തും തരണം ചെയ്യാൻ കഴിയും. വെറുപ്പിനെ ഒരിക്കലും വെറുപ്പുകൊണ്ട് ഇല്ലാതാക്കാൻ കഴിയില്ല. എന്നാൽ സ്നേഹം കൊണ്ട് വെറുപ്പിനെ ഇല്ലാതാക്കാൻ കഴിയും. നന്മ ചെയ്യുക. അപ്രതീക്ഷിത വഴികളിലൂടെ നിങ്ങൾക്കത് തിരികെ ലഭിക്കും. വാക്കുകൾ കൊണ്ട് വാഗ്ദാനങ്ങൾ നൽകാൻ വളരെ എളുപ്പമായിരിക്കും. എന്നാൽ പ്രവൃത്തികൾ കൊണ്ട് അത് പൂർത്തീകരിക്കാൻ പ്രയാസമാണ്. ഓരോ സങ്കടങ്ങളും നിങ്ങൾക്ക് തരുന്നത് വേദനകൾ മാത്രമല്ല, മുന്നോട്ട് ജീവിക്കാനുള്ള തിരിച്ചറിവുകൾ കൂടിയാണ്. ശരിയായത് എപ്പോഴും എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല. ഇഷ്ടപ്പെടുന്നത് എപ്പോഴും ശരിയാകണമെന്നുമില്ല. ആദ്യം നിങ്ങൾ തിരിച്ചറിയേണ്ടത് സ്വന്തം ദൗർബല്യങ്ങളാണ്. എങ്കിലേ നിങ്ങൾക്ക് നിങ്ങളുടെ പരിമിതികളെ മറികടക്കാൻ കഴിയൂ. പഠിച്ചിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒന്നല്ല ജീവിതം. ജീവിതത്തിലൂടെ മാത്രമേ പഠിക്കാനാവൂ. അടുത്ത നിമിഷം എന്താണ് കരുതി വച്ചിരിക്കുന്നത് എന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല. ഭക്തരെ, കടപ്പാടും കഷ്ടപ്പാടും തീർന്നിട്ട് ജീവിക്കാൻ ശ്രമിക്കരുത്. ജീവിക്കാൻ മറന്നുപോകും. ഉപയോഗിക്കുന്ന വാക്കുകളും സംസാരിക്കുന്ന രീതിയും മാറിക്കഴിഞ്ഞാൽ മനസ്സും മാറിക്കഴിഞ്ഞെന്ന് മനസ്സിലാക്കുക. ഒരാളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നറിയാൻ അയാൾ തന്നേക്കാൾ താഴ്ന്നവരോട് എങ്ങനെ പെരുമാറുന്നു എന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ മഹാദേവന്റെ അനുഗ്രഹം നിങ്ങളിലെല്ലാവരിലും നിറയട്ടെ. ഓം നമഃ ശിവായ. എല്ലാ ഭക്തരും സന്തോഷത്തോടെ ഇരിക്കുക. സന്തോഷമുള്ള മനസ്സിലേക്ക് എല്ലാ സമൃദ്ധിയും വന്നെത്തുന്നതായിരിക്കും. ഓം നമഃ ശിവായ.